വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ അതേ ഒരു മാങ്ങ എടുത്ത് വെച്ചു, നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ തന്നെ കുറച്ച് പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുത്താലോ. നല്ല മധുരമുള്ളൊരു ബോള്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ഈ മാങ്ങ ഇതേമാതിരി എടുത്തിട്ട് തോല് എടുത്താൽ വേണ്ടിയിട്ട് തോല് കളയണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഞണ്ട് കോരി എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പഴുത്ത മാങ്ങ കേട്ടോ, നല്ല മധുരമുണ്ട് ഉണ്ടോ. അങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ എളുപ്പം പണി കഴിയും. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അതിൽ നിന്ന് അങ്ങനെ തന്നെ അങ്ങനെ എടുക്കാം നമുക്ക്. ഇതെല്ലാം എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനത്തെ പനീറുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിനി ഇത് അരച്ചെടുക്കാം. പനീറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ അത് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അരച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്, മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനൊരു ബോൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് ക്യാരറ്റ് കൊണ്ട് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ മതി. മധുരം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമില്ല, ചിലർക്ക് മധുരം കുറവ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ബാലൻസിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടോ ഇതിങ്ങനായി വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്കൊന്ന് കട്ട ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഉരുട്ടണ്ടേ. അപ്പോൾ ഇച്ചിരി റവ ഇട്ട് കൊടുത്തിട്ട് ശരി. റവ ഇതിൻ്റെ വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഇതുപോലായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതല്ലേ, അപ്പോൾ ഇതേപോലെ കിട്ടണം.
ഇതുപോലെ കിട്ടിയാൽ ഇത് ചൂടാറിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കിയെടുക്കാം. ആവിച്ചെല്ലോ അതിലേക്ക് വെച്ചെടുക്കാം. ഞാൻ ആവിച്ചെല്ലിൽ കുറച്ച് നെയ്യ് പറ്റി വെച്ചതാണ്. അതുമാതിരി നല്ലോണം എല്ലാ ബോളും ഉണ്ടാക്കിയെടുത്താൽ കയ്യിൽ കുറച്ച് പശു നെയ്യ് തന്നെ പറ്റി കൊടുത്താൽ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചെറിയ ബോൾ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഫുള്ളുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ബോളൊക്കെ നമുക്കിന്ന് വേർപ്പിച്ചെടുക്കാനുണ്ട്. ഉണ്ടോ, ഫുള്ളായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പഞ്ചസാര ആവശ്യമുള്ള ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊക്കെ കുറച്ച് മധുരം ആവശ്യമാണ്, ഇന്നലെ ടേസ്റ്റ് ഉണ്ടാവും. ഇച്ചിരി ഉപ്പിട്ടെടുക്കാം. നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് പാൽപ്പൊടി കൂടി ഇട്ടെടുക്കാം. അത് നമുക്ക് നന്നായി ഒന്ന് കത്തിച്ചെടുക്കാം. തിളച്ചിട്ട് പാലൊക്കെ വറ്റി വന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ച് ചേർത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബോളെല്ലാം ഇട്ട് കൊടുക്കാം. വേവിപ്പിച്ച് വെച്ച് ഒന്ന് ചൂടാറട്ടെ. തിളപ്പിച്ചുകൊണ്ടാണ് പാലിൽ അതിലേക്ക് നമുക്ക് കുറച്ച് അരച്ച് വെച്ച മാങ്ങ ബാക്കിയില്ലേ, കുറച്ച് അതതിലേക്ക് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി വെക്കണേ. ഇനി നമുക്കിതിലേക്ക് ഈ ബോൾ ഇട്ട് കൊടുക്കാം. ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് മധുരമൊക്കെ നോക്കാം. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല സീസണല്ലേ മാങ്ങൻ്റെ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടോ. സീസൺ ആകുമ്പോഴല്ലേ നമുക്ക് നല്ലോണം മാങ്ങൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് കണ്ടോ, നമുക്കിത് നിറച്ചതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ചെറിയ ചെറിയ പാത്രത്തേക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. മാങ്ങ ഉണ്ടാവും വീട്ടുകളിലൊക്കെ, നല്ല മാങ്ങയും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ച് വെച്ചതുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിസ്ത അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന്
കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. നിങ്ങളുടെ അടുത്ത് കേസരുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് തീർന്നു ഇനി, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടും. ഓക്കെ, ബൈ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യും വേണം, ലൈക്ക് ചെയ്യും വേണം, ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, ബൈ.